വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മുടെ കറണ്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നോക്കിക്കേ, ഒരു ചിത്രം തന്നിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ഫുള്ള് വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇവിടെ പറയുന്നത്. അപ്പം ആദ്യമേ ഒരു ഇച്ചിരി ഒന്ന് പറഞ്ഞിരിക്കാം. നോക്കിക്കോ, അയ്യോ കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ. നോക്കിക്കേ, ഒരാൾ അവിടെ നിന്ന് പറയുകയാണ്, അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛ. അപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പറയുകയാണ്, എന്താ അവിടെ എമർജൻസി ലാമ്പ് ഇരിപ്പുണ്ട്, അതെടുത്ത് കറണ്ട് പോകുമ്പോൾ ഓൺ ആക്കിയാൽ പോരായെന്ന്. വീട്ടിലെ ഒരു സന്ദർഭമാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്തെല്ലാമാണ് ചെയ്യുന്നത്? അതൊരു ചോദ്യമാവും ഞങ്ങളെ. നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ വീട്ടിലെയും കാര്യം പറയുന്നത്, കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കുട്ടി പറയാം, എൻ്റെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടെന്ന്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ്? ചില വീടുകളിൽ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, എമർജൻസി ലാമ്പുണ്ട്. ഇപ്പം മിക്ക ഒരു പകുതി മുക്കാലും വീടുകളിൽ ഇൻവെർട്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തരും മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന വീടുണ്ട്, ഓരോരുത്തരും ഓരോ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അത്തരമൊരു സംവിധാനമാണ് എമർജൻസി ലാമ്പ്. നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ എന്നാണ് ആദ്യത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് 2 ക്വസ്റ്റ്യൻ ആൻസർ ആവും ഞങ്ങളെ. ഞാനത് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് പറയാം. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, എമർജൻസി ലാമ്പ് ഉണ്ടാക്കുകയോ? നല്ല ഐഡിയ ആണല്ലോ. എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം? അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഡു വി യൂഷ്വലി ഡു to get light when there is a power failure? ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കൂ നിങ്ങളെ. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദെയർ ഈസ് എ പവർ ഫെയിലർ? രാത്രിയിൽ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്തെല്ലാമാണ് ചെയ്യുന്നത്? ക്യാൻഡിൽസ്. അത് ഇംഗ്ലീഷ് മീഡിയക്കാർ അവരുടെ ഇംഗ്ലീഷിൻ്റെ നോട്ട് എഴുതണ്ട കേട്ടോ. മലയാളം മീഡിയക്കാർ മലയാളം നോട്ടും എഴുതണം കേട്ടോ. നമുക്ക് എന്തൊക്കെയാ? ക്യാൻഡിൽസ് യൂസ്ഡ്, എമർജൻസി, ഇൻവെർട്ടർ, നമുക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ എഴുതാം, ലാമ്പ് എന്തെങ്കിലുമൊക്കെ എഴുതാം. മലയാളംകാർ എന്തൊക്കെയാ? നോക്ക്, മെഴുകുതിരി ഉപയോഗിക്കുന്നു, റാന്തലുകൾ, ഇൻവെർട്ടറുകൾ കേട്ടോ. അവനവന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 പേര് കൊടുത്താൽ മതി. അടുത്ത നോക്കൂ നിങ്ങളെ, എമർജൻസി ലാമ്പുകൾ നിർമ്മിക്കാൻ എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണെന്നാണ് അടുത്ത ചോദ്യം. എന്തൊക്കെയാണ്? വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്? ബൾബ്, ബാറ്ററി, പിന്നെ LED മോഡ്യൂള്, കണക്റ്റിംഗ് വയറുകൾ, സ്വിച്ച്, സ്റ്റാൻഡ്. അപ്പോൾ ഇംഗ്ലീഷോ ബാറ്ററി, LED മോഡ്യൂള്, പിന്നെ വയറ്, മോഡ്യൂൾ കേട്ടോ, മോഡ്യൂൾ തെറ്റല്ല, വയറ്, സ്വിച്ച്, സ്റ്റാൻഡ് എക്സെട്ര. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും ഒക്കെ എഴുതണം കേട്ടോ. അടുത്ത നമ്മുടെ ചോദ്യം. അപ്പം നോക്കിക്കേ, അത് കഴിഞ്ഞു. ഇനി എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാമഗ്രികളാണ് ആവശ്യം? താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുന്ന എമർജൻസി ലാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എങ്ങനെ ലഭിക്കും? വെളിച്ചം ലഭിക്കാൻ ബൾബ് ആവശ്യമില്ലേ? അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങ് എഴുതിയാൽ മതിയോ നിങ്ങൾ? ഇത്രയേ ഉള്ളൂ. അതിന് നമ്മൾ ഇനി അത്രയും സമയം വേസ്റ്റ് ആക്കണ്ട. നോക്കിക്കേ, അടുത്ത വൈദ്യുതി ലഭ്യത. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറ്റ് പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? വൈദ്യുതി എവിടെ നിന്നാവും ഞങ്ങളെ ലഭിക്കുന്നത്? ചില ഉപകരണങ്ങൾ ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അവ നിരീക്ഷിക്കൂ. അവ ഓരോന്നും പ്രവർത്തിക്കാനായി ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? നോക്കിയേ, റിമോട്ട് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, എമർജൻസി ലാമ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ അയൺ ബോക്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നു എന്നാണ് ചോദ്യം. എവിടെ നിന്നൊക്കെയാണ് നോക്കൂ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് കേട്ടോ. നോക്ക് ഇതൊക്കെ. അപ്പം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നാം ഉപയോഗിക്കുന്നുണ്ടല്ലോ വൈദ്യുതി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇതൊക്കെ നോക്കിയേ. സെല്ല്, ബാറ്ററി കണ്ടോ, ഇത് ഒരുതരം ബാറ്ററിയാണ്. പിന്നെ കറണ്ട്, ഇത് സോളാർ ഇല്ലേ, പലതരത്തിൽ ഉണ്ടെന്നാണ്. അപ്പം ഇത് നോക്കുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്തെന്നാണ്? വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്താണ്? അതിന് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് കണ്ടില്ല കേട്ടോ. വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ലഭിക്കുന്നത്? വേർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം?
അങ്ങനത്തെ ചോദ്യമല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞത്. വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? വെയർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? അതായത് റിമോട്ട് ആണെങ്കിൽ എന്താ, റിമോട്ടിനകത്തുള്ളൊരു ഡ്രൈ സെല്ലുണ്ട് കേട്ടോ, ഡ്രൈ സെല്ല്. ക്ലോക്കിലും ഒരു ഡ്രൈ സെല്ല്. മൊബൈലിൽ ബാറ്ററി. ഈ ബാറ്ററിക്കാണ് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ടോ നിങ്ങൾ ഇതിനകത്തിൽ? ഈ ക്ലോക്കും മൊബൈലും തമ്മിലുള്ള ഡിഫറൻസ്. കാരണം ഈ ക്ലോക്കിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ അതെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ മൊബൈലിലെ ബാറ്ററിയോ നമ്മൾ ഓരോ വട്ടവും ചാർജ് ചെയ്തിട്ട് എടുത്ത് കളയുകയാണ്, അല്ല അത് റീചാർജ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതുപോലെ എമർജൻസി ലാമ്പിലും ബാറ്ററി ഉണ്ട്. അയൺ ബോക്സ്, അതായത് തേപ്പൂട്ടി ഉണ്ടല്ലോ, അതിൽ AC മീൻസ് പവർ സപ്ലൈ ഉണ്ട്. അതിനകത്തിലും കറണ്ടിൻ്റെ കേട്ടോ. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയുണ്ട്, ഇതിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് കാണാതെ അങ്ങ് പഠിക്കണം. ഇനി നമ്മൾ മെയിൻ പഠിക്കുന്നത് വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്. ഇലക്ട്രിക് സെല്ല്, generators, solar cell, etc. are the devices that provide electricity. Devices that provide electricity are termed as sources of electricity. എന്ന് വെച്ചാൽ എന്താ ഞങ്ങളെ, വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്താണ്? വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. അതേതൊക്കെയാ? വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ. സെല്ല് കണ്ടിട്ടുണ്ടോ ഞങ്ങളെ? ഈ സെല്ലെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് വിധമുണ്ട്. നമ്മുടെ ഈ ചെറിയ നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടോ, വെളുത്ത ചെറിയ ബട്ടൺ പോലിരിക്കുന്ന ചെറിയത്, അതും ഒരു സെല്ലാണ് കേട്ടോ. ഈ ബാറ്ററിക്കും സെല്ലെന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോക്കിലിടുന്ന ബാറ്ററി ഉണ്ടല്ലോ, അതും ഇതെല്ലാം സെല്ലുകളിൽ പെടുന്നതാണ് കേട്ടോ. അപ്പം എന്താ, വൈദ്യുത സെല്ലുകളുണ്ട്, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ, ഇതെല്ലാം എന്താണ്? സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അടുത്ത വൈദ്യുത സെല്ലുകൾ എന്നാൽ എന്തെന്നാണ് അടുത്തത്. എന്താ നിങ്ങളെ, വൈദ്യുത സെല്ലുകൾ എന്നാൽ എന്താണ്? രാസോർജം, അതായത് നോക്കിക്കേ, അവിടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറും കേട്ടോ. അപ്പം ഇവിടെ എങ്ങനെ പറയും? ഇലക്ട്രിക് സെല്ല്, വൈദ്യുത സെല്ലുകൾ എന്നാൽ എന്ത്? രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും മാറുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനത്തിനെയാണ് വൈദ്യുത സെല്ലുകൾ എന്ന് പറയുന്നത്. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നുണ്ട്. അതിനകത്തിൽ തന്നെ വൈദ്യോർജ്ജത്തെ രാസോർജ്ജമായിട്ട് സംഭരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ഉപയോഗിക്കുമ്പോൾ ഈ രാസോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ഇംഗ്ലീഷുകാരെങ്ങനെ പറയും? ഇലക്ട്രിക് സെൽ ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ടാണ് എന്നുവെച്ചാൽ മാറ്റാൻ കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഈ ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് as കെമിക്കൽ എനർജി ഇൻ ദം. ദീസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം. ഇതിൻ്റെ മലയാളമാണ് ഈ കിടക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ഇനി ഒരുപാട് എനർജി അങ്ങ് പറഞ്ഞു പോയെന്നുണ്ടെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കല്ലേ. ഇത്രയേ ഉള്ളൂ. രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. സംശയമില്ലല്ലോ. ഇവയിൽ ഈ വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് ഇതിനകത്തിൽ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററി നിങ്ങൾ പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടോ? ഈ ക്ലോക്കിലൊക്കെ ബാറ്ററി അവിടെ കിടപ്പുണ്ടെങ്കിൽ നാളെ രാവിലെ എണീച്ചൊന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ, അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന്. അപ്പം അതിനകത്തിൽ എന്താ, വൈദ്യോർജ്ജത്തെ രാസോർജ്ജമാക്കി സംഭരിച്ചിട്ടുണ്ട്. നാം അതിനെ ഉപയോഗിക്കുമ്പോൾ ഈ രാസോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ഇത്രയേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് ഇനി നമ്മൾ സെല്ലും ബാറ്ററിയെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങളെ? ബാറ്ററി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ മുഖവശം കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വരുന്നുണ്ട്, അതാണ് പോസിറ്റീവ് ചാർജ്. ഇങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥ നെഗറ്റീവ് ചാർജ്. കണ്ടോ? എപ്പോഴും നമ്മൾ ചാർജ് ചെയ്യാൻ നിങ്ങൾ ക്ലോക്കിലെ പണ്ടൊക്കെ റേഡിയോ ഒക്കെ ഉള്ളപ്പോഴേ ഈ ബാറ്ററി ഇതേലെ ചാർജ് ചെയ്ത് വെക്കുന്നതൊക്കെ ഇപ്പോൾ ഒക്കെ ഉണ്ടോ നിങ്ങളെ? അതിൻ്റെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഇത് പോസിറ്റീവ് വശമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് വശത്തിലോട്ടാണ് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്ത് വെക്കുന്നത് കേട്ടോ. അത് ഓർക്കണേ. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം അതായിരിക്കുമല്ലോ, എന്താണ് ബാറ്ററി എന്നാൽ എന്താണ്? ഇത് പഠിച്ചല്ലോ. അതെ, എന്താണ് ബാറ്ററി? എ ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻറ്റു സിംഗിൾ യൂണിറ്റ്. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി.
കുഞ്ഞുങ്ങളെ ഒന്നിലധികം സെല്ലുകൾ ഇപ്പം നമ്മൾ ആ പടത്തിൽ കണ്ടില്ലേ, സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ബാറ്ററി. ആണ് കണ്ടില്ലേ, ഇത് 1-2 ബാറ്ററികൾ തങ്ങളിൽ ഘടിപ്പിച്ച് വെച്ചേക്കുന്നുണ്ടോ, ഇതിനെയാണ് ഇത് പറയുന്നത് ബാറ്ററി. 3 രീതിയിലുള്ള സെല്ലുകളെ ബന്ധിപ്പിക്കുന്ന ചിത്രങ്ങൾ ABC നൽകിയിരിക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കുക. ഇവ 3ഉം ബാറ്ററി ഉണ്ടാക്കുന്നുള്ള ശരിയായ രീതിയാണോ എന്ന് നിങ്ങൾ ശരിയായതും തെറ്റായതും കണ്ടുപിടിക്കാൻ. ഇതാ കുഞ്ഞുങ്ങളെ, ഇതിനകത്തിലെ ശരി ഏതാ തെറ്റേതാന്ന് കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കിക്കേ, എപ്പോഴും ഒരു പോസിറ്റീവിൻ്റെ ബാക്കിലാണ് നെഗറ്റീവ് ആണല്ലോ. ഇത് പോസിറ്റീവ്, അതിൻ്റെ ബാക്കിൽ നെഗറ്റീവ്, അപ്പോൾ ഇത് ശരിയാണ്. ഇവിടെ നോക്കിക്കേ, 2 പോസിറ്റീവ് തങ്ങൾ ഒരിക്കലും അടുത്തിരിക്കത്തില്ല. ഇവിടെ നോക്കിയേ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ Aയും Cയും മാത്രമേ ഉള്ളൂ ശരി. ഇവിടെ നോക്കിയേ, 2 പോസിറ്റീവ് തങ്ങൾ ഒരിക്കലും അടുത്തിരുന്നാൽ അത് കത്തത്തില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബാറ്ററി എവിടുന്നെങ്കിലും പഴയ വയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഈ ബാറ്ററിയുടെ മൂട്ടിൽ വെച്ചിട്ട് ചെറിയ അന്നൊക്കെ ഈ ടോർച്ച് ഉണ്ടായിരുന്നു, ടോർച്ചിൻ്റെ ഒക്കെ ബൾബ് ഊരിയിട്ട് അങ്ങനെ നിങ്ങളുടെ അമ്മയുടെ അച്ഛനോടൊക്കെ ചോദിച്ചാൽ പറയും, ഞങ്ങളുടെയൊക്കെ ആ കാലം അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലെ മമ്മിയുടെ പപ്പയുടെ ഒക്കെ ചോദിച്ചാൽ മതി നിങ്ങളെ, എന്താ ഈ ഇതിലെ ബാറ്ററിയൊക്കെ കിട്ടുമ്പോൾ ചെറിയ വയറുണ്ടല്ലോ, കുഞ്ഞു വയർ, നിങ്ങളത് കറണ്ടിലൊന്നും കുത്തല്ലേ, ആ ചെറിയ വയറെടുത്ത് വെച്ചിട്ട് ബൾബുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ആ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിട്ടു. നിങ്ങൾ ചെയ്തു നോക്കണേ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാം. ഈ 2 ഉപകരണങ്ങളിലെയും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? നോക്കൂ കുഞ്ഞുങ്ങളെ, 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്ലോക്കാണ്, ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണാണ് അല്ലേ. ഇവ തങ്ങളിൽ ഈ 2 ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങളൊന്ന് പറഞ്ഞേ. 24 മണിക്കൂറും അമ്മയോ അച്ഛനോ ഫോൺ താത്ത് വെക്കുമ്പോൾ എടുത്ത് വെച്ചിരുന്ന് കളിക്കുന്നത് കാണാമല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിൻ്റെ 2ൻ്റെ ഉപയോഗം എന്തോ അത് ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ. ക്ലോക്കും മൊബൈൽ ഫോണും തങ്ങളുടെ വ്യത്യാസം ഇവിടെ ഇല്ല, അതൊന്നും ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഫോണിനകത്തിലെ വേറെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം അല്ലേ. ഫോണിന് ഒരു ഇച്ചിരി നേരം കിട്ടുവാണെങ്കിൽ കളിയാണ് ഫോണിനകത്തില്ലയോ. ഫോൺ എടുത്ത് അധികമായിട്ട് ഉപയോഗിക്കരുത് കുഞ്ഞുങ്ങളെ കേട്ടോ, അത് മുതിർന്നവർക്കുള്ളതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോണ് മേടിച്ച് ലിങ്ക് കാണാം. അതും അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടി ഇരുന്ന് വേണം ഫോണ് ഉപയോഗിക്കാൻ കേട്ടോ, കാരണം ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ക്ലോക്ക്, മൊബൈൽ ഫോൺ എന്നീ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. ക്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ സെല്ലുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്ലോക്കിനകത്ത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ എന്താ, പുതിയ ബാറ്ററി മണന്നു, പിന്നെ അത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കൊണ്ട് കറണ്ടേ കുത്തിയിടുവാന്നോ? അല്ല, എന്താ, സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രവർത്തനരഹിതമായാൽ എന്ന് വെച്ചാൽ ക്ലോക്കിലെ സൂചി നിന്നാൽ എന്താ ഉപയോഗിക്കാൻ പിന്നീട് അത് കഴിയില്ല. നമ്മൾ പുതിയ ബാറ്ററി ഉപയോഗിക്കണം, അല്ലെ പുതിയ സെല്ല് ഉപയോഗിക്കണം. മൊബൈൽ ഫോൺ ആണെങ്കിലോ, മൊബൈൽ ഫോൺ ബാറ്ററി ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിനകത്ത് ബാറ്ററി ഉണ്ട് അല്ലേ, പക്ഷേ ആ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാം അല്ലേ. ചാർജ് കുറഞ്ഞാൽ അവ റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ കേട്ടോ, അത് ഉറപ്പായിട്ടും പഠിക്കണം. എന്താ നിങ്ങളെ ക്ലോക്കും മൊബൈൽ ഫോണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. എ സെൽ ഇൻ എ ക്ലോക്ക് cannot be used again when its charge is completely used up. പക്ഷേ എന്താ, ദ ബാറ്ററി ഇൻ മൊബൈൽ ഫോൺ ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് എഗെയിൻ. ഇതിൻ്റെ മലയാളമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വൈദ്യുതിയുടെ ലഘുചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത നോക്കിയോ നിങ്ങളെ, വൈദ്യുതിയുടെ ഒരു ലഘുചിത്രം കൊടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വായിച്ചു തരാം, ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോണ്ടോ നിങ്ങളെ. വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ് അല്ലേ. വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം, ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഈ ബോക്സിലെ എടുത്ത് നോക്കണേ പുസ്തകത്തിൽ. നാം ഉപയോഗിക്കുന്ന വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജരൂപമാണ് വൈദ്യുതി. ഒരു തരം മരത്തിൻ്റെ കറയില്ലേ, ഒരു തരം മരക്കറ ഉറച്ച് ഉണ്ടാക്കുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേകകാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. നമ്മളെല്ലാം എന്താ കറണ്ട് പോകുമ്പോഴും പിന്നെ മുറിക്കകത്തുനിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും ഫാൻ അണയ്ക്കാതെയും ഇല്ലേ ലൈറ്റ് അണയ്ക്കാതെയൊക്കെ പോകുന്നുണ്ട് അല്ലേ. അതെല്ലാം വൈദ്യുതിയെ നമ്മളെന്താ കറണ്ട് ചാർജ് വരുമ്പോൾ അറിയൂല്ലേ.
നോക്കി കുഞ്ഞുങ്ങളെ. അപ്പോൾ എന്താ ഇതൊക്കെ കണ്ടുപിടിച്ചത് അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതായാലും കറണ്ട് പോകാമെങ്കിൽ ഉടനെ പറയും അയ്യോ ഇനി കറണ്ട് പോയി, ഇനി കറണ്ട് വന്നിട്ട് പഠിക്കാം അല്ലേ? പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും ആൾക്കാർ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കറണ്ട് ഇല്ലാതെ ഇരുന്ന സമയത്തും ആൾക്കാരുകളൊക്കെ ഒരുപാട് പഠിച്ച് വലിയ വലിയ നിലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ വൈദ്യുതി കണ്ടുപിടിച്ചതിനെ കുറിച്ചാണ് പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയാണ് ഞങ്ങളെ അത് ചിലപ്പോൾ ചോദിക്കാം. ഒരു തരം മരക്കറ ഉറച്ച് ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയില്ലേ കുഞ്ഞുങ്ങളെ, അതിലിങ്ങനെ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ അത് ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേകകാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. ഇതൊക്കെ കണ്ടോ, ഇലക്ട്രിക് ഇത് ടവർ പോലത്തെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കൊടുത്തേക്കുന്നത് എൻ്റെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, എൻ്റെ കറണ്ട്, ഇതെല്ലാം വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത ബാറ്ററി ഉപയോഗിച്ച് ബൾബ് നമുക്ക് പ്രകാശിപ്പിക്കാം. വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകൾ ഉപയോഗത്തിലുണ്ട്. ഈ ചിത്രം നോക്കൂ. ഇത് ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിക്കുന്നത്? ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത് എമർജൻസി ലാമ്പ്? എന്താണ് ഈ LED ബൾബുകൾക്കുള്ള മേന്മകൾ? അതൊരു ചോദ്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ട് LED ഫുൾ ഫോം എപ്പോഴും അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. മലയാളം മീഡിയക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് കേട്ടോ. ഇത് ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജം മതി CFLന്. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായിട്ട് ഉപയോഗിക്കുന്നില്ല. പകരം CFLനേക്കാൾ കുറഞ്ഞ ഊർജം മതി നമ്മുടെ LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എഴുതാനാണ് ചോദിച്ചത്. ഫിലമെൻ്റ് ബൾബ് ഇതായിരുന്നു പണ്ട് മിക്ക വീടുകളിൽ. ഇതിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി മങ്ങി അല്ലേ? 100 വോൾട്ടൊക്കെ ഇട്ടാൽ ഭയങ്കര കറണ്ട് ചാർജ് ആയിരിക്കും എല്ലാ വീട്ടിലും വരുന്നത് അല്ലേ? അതുകൊണ്ട് മിക്ക വീട്ടിലും 40 60 ഒക്കെ ആണ്ട് ഇതിൻ്റെ ദാണ്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 60 40 100 എന്നൊക്കെ എഴുതിയിട്ടിരിക്കും അല്ലേ? 100 എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് മുറിയിലോ അല്ലെങ്കിൽ അടുക്കളയിലോ ഒക്കെ ആയിരിക്കും ഇടുന്നത്. കാരണം അതിന് നല്ല പ്രകാശമായിരിക്കും, പക്ഷേ ഭയങ്കര കറണ്ടായിരിക്കും എടുക്കുന്നത് അല്ലേ? ഇത് ഫിലമെൻ്റ് ബൾബ്. ഇത് CFL ആണിത്. മിക്ക വീടുകളിലും ഇപ്പോൾ CFLും അതുപോലെ LED ബൾബുകളുമായിരിക്കും അല്ലേ? കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ്. CFLൻ്റെ ഫുൾ ഫോം അറിയണേ നിങ്ങളെ. കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഫുൾ ഫോം അറിയണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വരെയായി. ഇനി നമ്മൾ ക്ലോക്കും മൊബൈൽ ഫോണും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ഇനി അടുത്തത് റീചാർജബിൾ സെല്ല്. റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലും റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ ഏതൊക്കെയാണ് നിങ്ങളെ? നമ്മുടെ മൊബൈൽ ഫോണിനകത്തിലെ നമുക്ക് റീചാർജ് ചെയ്യാം അല്ലേ? തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ലൈറ്റുകൾ, വാഹനം. ഇപ്പോൾ വണ്ടികൾ ഇപ്പോൾ വണ്ടികളെല്ലാം കറണ്ടിൻ്റെ ചാർജ് ചെയ്യുന്ന വണ്ടികളായി അല്ലേ? ഇലക്ട്രിക് വാഹനങ്ങളായി അല്ലേ? അപ്പം മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ലൈറ്റുകൾ, ഇലക്ട്രിക് വെഹിക്കിള് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള മലയാളം ഇംഗ്ലീഷ് ഏത് വേണമെങ്കിലും എന്നല്ല. അതിപ്പോൾ ഈ മലയാളംകാർ മലയാളം എഴുതണം, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ. റീചാർജബിൾ ആണേ, തിരിഞ്ഞു പോവല്ലേ. ഇതൊക്കെ റീചാർജ് ചെയ്തതാണ്. പക്ഷേ നോൺ റീചാർജബിൾ ഉണ്ട്. ഏതാ? റേഡിയോ, പിന്നെ ക്ലോക്ക്, വാച്ച്, റിമോട്ട്. ഇപ്പം റേഡിയോ ഒക്കെ റീചാർജബിൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്ലോക്ക്, വാച്ച്, റിമോട്ട് ഇതെല്ലാം എന്താണ്? നോൺ റീചാർജബിൾ ആണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് LED കുറിച്ചാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഫുൾ ഫോം ഓർത്തോണേ. ഈ LED ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ LED കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഞങ്ങളെ? അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് LED ബൾബ്. ഗ്രേറ്റർ എനർജി സേവിങ്. LEDക്ക് കുറഞ്ഞ ഊർജ്ജം മതി. LEDക്ക് കേട്ടോ. അതുപോലെ തന്നെ ലോങ്ങർ LED ലൈഫ് സ്പാൻ ആണ്. കൂടുതൽ കാലം ഇത് ഈട് നിൽക്കുന്നുണ്ട്. LED ബൾബ് അങ്ങനെയൊന്നും ഫീസാവത്തില്ല കേട്ടോ. 2-3 കൊല്ലമൊക്കെ നിൽക്കുന്നുണ്ട്. റെഡ്യൂസർ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. പ്രകൃതിക്ക് ഒരു ദോഷവും ഇതുമൂലം ഉണ്ടാകുന്നില്ല. പ്രൈസ്ലെസ് ആണ്, വിലക്കുറവാണ്. അപ്പോൾ ഈ 4 എണ്ണം ഇതിൽ മിനിമം പഠിച്ചു വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. ചെറുത് നോക്കി 4 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റർ എനർജി സേവിങ്സ്, ലോങ്ങർ LED ലൈഫ് സ്പാന്, റെഡ്യൂസ്ഡ് എൻവയോൺമെൻറ്റൽ അല്ലേ?
അത് നമ്മൾ കുഞ്ഞിലെ എൻവിറോൺമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വലിയ ഉച്ചായില്ലേ. അപ്പോൾ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് പ്രൈസ്ലെസ്, വില കുറവാണ് എന്തിനാ LED ബൾബിന്. ഓക്കെ ആണോ നിങ്ങളെ? എന്നാൽ ചോദിക്കും എന്താണ് LED മോഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ നമ്മുടെ ഈ ഇപ്പോൾ പറഞ്ഞില്ലേ എമർജൻസി ലാമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനകത്ത് കണ്ടിട്ടുണ്ടോ കുഞ്ഞു 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 മുത്തു പോലത്തെ? അതാണ് അങ്ങനെയുള്ള സ്ട്രിപ്പുകൾ ക്രമീകരിച്ച സംവിധാനത്തിനെയാണ് LED മോഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. അത്രയും അറിയാമല്ലോ. അപ്പോൾ ഞാൻ LED വായിച്ചായിരുന്നോ? നോക്കൂ ഞങ്ങളെ. LED ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജ്ജത്തിനെ ഗണ്യമായി സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFLന് അല്ലേ? സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFLനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് പറഞ്ഞായിരുന്നു. അതിനകത്ത് ഇതിൻ്റെ ഫുൾ ഫോമും അറിഞ്ഞിരിക്കണം. ഇനി ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ അത് നമ്മൾ പറഞ്ഞു. LED മോഡ്യൂൾ എന്താണ്? ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പുസ്തകത്തിലുണ്ടെന്നുകൊണ്ട് എഴുതിയില്ല. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ഇടുന്നതാണ് എന്താ LED മോഡ്യൂൾസ്. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കണക്റ്റിംഗ് വയർ, LED മോഡ്യൂള്, 9V ബാറ്ററി, കണക്ടർ എന്നിവയില്ലേ? ഇവ ഉപയോഗിച്ച് LED മോഡ്യൂൾ എങ്ങനെ പ്രകാശിക്കണമെന്ന് പരീക്ഷിച്ചു നോക്കണം. പരീക്ഷണം ഗ്രൂപ്പുകളായി ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എല്ലാ ഗ്രൂപ്പുകൾക്കും ബൾബ് പ്രകാശിപ്പിക്കാൻ സാധിച്ചോ എന്ന് നോക്കുക. കണക്ട് ചെയ്ത രീതി പുസ്തകത്തിൽ വരയ്ക്കുക. LED ബൾബ് പ്രകാശിപ്പിച്ചില്ലേ? അതിനായി ഉപയോഗിച്ച വൈദ്യുത സ്രോതസ്, ചാലക കമ്പി എന്നിവ എന്തെല്ലാമാണെന്നും ബുക്കിൽ എഴുതാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കാര്യമായിട്ട് വായിക്കുന്നില്ല, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതുക. വൈദ്യുത സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് എന്നാൽ എന്താണ്? അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇലക്ട്രിക് സർക്യൂട്ട് എന്നാൽ എന്താണ്? എന്താ ഞങ്ങൾ ഇലക്ട്രിക് സർക്യൂട്ട് നോക്കിക്കോ. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് that passes electricity from an electric sources to a device. വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. നിങ്ങളെ വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. അതായത് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സസ് ടു എ ഡിവൈസ്. ഇനി അതൊക്കെയാണോ? അതിൻ്റെ ഇവിടെ പുസ്തകത്തിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി നോക്കിക്കേ, നാടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇവിടെ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് സർക്യൂട്ടും എന്താണ്? നമുക്കതും കൂടെ നോക്കാം. അതായത് അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിൽ. ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വൺ ഇഫ് ഇറ്റ് ഈസ് complete. If the circuit is not complete, it is an open circuit. Electric device can work only in a closed circuit. അതായത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്, പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞതാണ് അല്ലേ? അപ്പം സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിലോ അത് തുറന്ന സർക്യൂട്ടാണ്. മലയാളം പഠിക്കാൻ എളുപ്പമല്ലേ? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് എന്താ? അടഞ്ഞതാണ്. പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കൂടി അറിയണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 13 ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ നിങ്ങളെ. അപ്പോൾ ഒരു ലിങ്ക് കൂടെ ഈ പാഠത്തിൻ്റെ ഇടുമ്പോൾ നമ്മൾ ആ ചാപ്റ്റർ മൊത്തം തീരും കേട്ടോ. അപ്പം ഇന്ന് ഈ 13 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏകദേശം പകുതിയോളമായി. ഇനി ഒരു ലിങ്ക് കൂടി ഇടുമ്പോൾ ബാക്കി തീരും. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. കമൻറ്റ് ബോക്സ് അനങ്ങുന്നതേ ഇല്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ നിങ്ങളെ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഞാൻ അടുത്ത ലിങ്ക് ഇടാൻ. ഓക്കെ, താങ്ക് യു.